വനമൊഴികെ മറ്റൊന്നും പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പട്ടികയിൽ ഉണ്ടാകരുതെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വനവിസ്തൃതിയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളും സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഉന്നയിച്ച സംശയങ്ങൾക്ക് തൃപ്തികരമായി മറുപടി നൽകിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മറ്റ് സംസ്ഥാനങ്ങൾ മറുപടി നൽകാത്ത സാഹചര്യത്തിൽ കരട് വിജ്ഞാപനം പുതുക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുണ്ട്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തർക്ക വിഷയങ്ങൾ പരിഹരിച്ചതായി മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. കേരളത്തിലെ വനവിസ്തൃതി കരട് റിപ്പോർട്ടിൽ നൽകിയ കണക്കുകൾക്കനുസരിച്ചാണെന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടതായി മുഖ്യമന്ത്രി വിശദീകരിച്ചു. ജനസാന്ദ്രത കൂടുതലായതിനാലാണ് പരിസ്ഥിതി ലോല പ്രദേശവും ജനവാസ കേന്ദ്രങ്ങളും ഒരേ സർവേ പ്രദേശത്ത് വന്നതെന്നും കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ അന്തിമ വിജ്ഞാപനം നീണ്ടേക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നൽകുന്ന സൂചന. മറ്റ് സംസ്ഥാനങ്ങൾ മറുപടി നൽകാത്തതിനാൽ കരട് വിജ്ഞാപനത്തിന്റെ കാലാവധി നീട്ടുന്ന കാര്യമാണ് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത്. ഇതിന് സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ കരട് വിജ്ഞാപനം പുതുക്കിയിറക്കുന്നതിനും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തയ്യാറെടുക്കുന്നുണ്ട്. ഈ 2 മാസത്തേക്ക് എക്സ്റ്റൻഷൻ എടുത്തുകൊണ്ട് ഈ കരട് വിജ്ഞാപനം റദ്ദാകാതെ നോക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിനാണ് നടപടി എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഏക സംസ്ഥാനം കേരളമാണ് എന്നവർ പറയുകയും ചെയ്തു. അതേസമയം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചർച്ച ഫലപ്രദമായിരുന്നു എന്ന് പറഞ്ഞ ജാവ്ദേക്കർ വിവാദ വിഷയങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. കേന്ദ്രത്തിന്റെ ആശങ്ക പരിഹരിച്ചുവെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുമ്പോഴും വനമേഖലയുടെ വിസ്തൃതി സംബന്ധിച്ച കണക്കുകളിലെ പൊരുത്തക്കേട് തുടരുകയാണ്. ഇത് സംബന്ധിച്ച വ്യക്തമായ വിശദീകരണം ഇന്നും സംസ്ഥാന സർക്കാരിന് നൽകാനായിട്ടില്ല. റിപ്പോർട്ടർ, ദില്ലി.